നമസ്കാരം. മറ്റൊരു ശിവ സന്ദേശത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ അധ്യായത്തിലൂടെ ഭഗവാനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് തന്നെയാണ്. അതിനാൽ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇതിൽ നിന്നും സ്വീകരിക്കണം. മറ്റു കാര്യങ്ങൾ നിങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക. അപ്പോൾ ഏവരും ഒരു നിമിഷം ഭഗവാനെ വന്ദിക്കണം. ഭഗവാന്റെ വിശേഷപ്പെട്ടതായ നാമങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഭഗവാന്റെ ഒരു അദൃശ്യമായ ശബ്ദമായി തന്നെ നിങ്ങൾക്ക് ഇതിനെ കണക്കാക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ പല പ്രയാസങ്ങളുമുണ്ട്, പല വിഷമതകളുമുണ്ട്. അതെല്ലാം നിങ്ങൾ തീർച്ചയായും ഈ സമയം മാറ്റി നിർത്തേണ്ടതായിട്ടുണ്ട്. ഇതൊന്നും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇപ്പോൾ കൊണ്ടുവരേണ്ടതായിട്ടില്ല. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാൻ പറയുന്നതായ ആ കാര്യങ്ങൾ, ഭഗവാന്റെ ഇച്ഛയനുസരിച്ച് സംഭവിക്കേണ്ടതായ ചില കാര്യങ്ങൾ, അതിനാണ് നിങ്ങൾ സമയം നീക്കി വയ്ക്കേണ്ടത്. നിങ്ങളുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ടതായ പല കാര്യങ്ങളും തൊട്ടുണർത്തുവാൻ വേണ്ടി തന്നെയാണ് പ്രപഞ്ചം, സാക്ഷാൽ ഭഗവാൻ പരമശിവൻ നിങ്ങൾക്ക് വേണ്ടി ഈ സന്ദേശം ഒരുക്കിയിരിക്കുന്നത് എന്ന് തന്നെ അർത്ഥമാക്കൂ. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില സത്യങ്ങൾ കടന്നു വരാവുന്ന സാഹചര്യമുണ്ട് എന്നത് വാസ്തവമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനമായും ചില ഉണർവ് പല കാര്യങ്ങളിലൂടെയും നിങ്ങൾക്ക് കടന്നു വരേണ്ട സാഹചര്യമുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ആരംഭമായി വന്ന് ചേരാവുന്ന സാഹചര്യമുണ്ട് എന്നത് വാസ്തവമാണ്. പല കാര്യങ്ങളും യാദൃശ്ചികമാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു. എന്നാൽ അപ്രകാരമല്ല, അത് ഭഗവാന്റെ ഇച്ഛ തന്നെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. ഒരു കാര്യവും നിങ്ങളുടെ ജീവിതത്തിൽ യാദൃശ്ചികമായല്ല സംഭവിക്കുന്നത് എന്ന കാര്യം ഓർക്കുക. നിങ്ങൾ പല കാര്യങ്ങൾ കൊണ്ടും വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്ന, തളർന്നിരിക്കുന്ന, പിടിച്ചു നിൽക്കുവാൻ പോലും സാധിക്കാതെ പകച്ച് നിന്നു പോയിട്ടുള്ളതായ സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. എന്നാൽ ഈ സമയം നിങ്ങളിലേക്ക് കടന്ന് വന്നിരിക്കുന്നത് കൃത്യമായ സമയത്ത് തന്നെയാണ്, കൃത്യമായ സന്ദേശങ്ങൾ തന്നെയാണ്. ഈ സമയം പല കാര്യങ്ങളും നിങ്ങൾക്ക് പറയണം എന്നുണ്ട്. എന്നാൽ നിങ്ങൾ മാനസികമായി തളർന്നിരിക്കുന്നതായ സാഹചര്യം ഉള്ളതിനാൽ തന്നെ പല കാര്യങ്ങളും പുറത്ത് പറയുവാനോ അല്ലെങ്കിൽ മാനസികപരമായി തന്നെ നിങ്ങൾ വളരെയധികം പ്രയാസപ്പെട്ടിരിക്കുന്ന സാഹചര്യമോ ജീവിതത്തിലുണ്ട് എന്നത് വാസ്തവമാണ്. ആ ഭാരം ഭഗവാന് കൃത്യമായി മനസ്സിലാക്കുന്നതായ സാഹചര്യമുണ്ട് എന്നതാണ് വാസ്തവം. ഈ സമയം നിങ്ങൾ വളരെയധികം ശക്തിയുള്ളവരായി നിങ്ങൾ ചിന്തിക്കുന്നു. അതായത് മറ്റുള്ളവർക്ക് മുൻപിൽ അത്തരത്തിൽ ചിന്തിക്കുന്ന ഒരു സാഹചര്യമുണ്ട്, അത്തരത്തിൽ അഭിനയിക്കുന്ന സാഹചര്യമുണ്ട് എന്നതാണ് വാസ്തവം. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, പലർക്കും അദൃശ്യമായിട്ടുള്ള മുറിവുകൾ, പ്രയാസങ്ങൾ, വിഷമകരമായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. പല കാര്യങ്ങളിലും നിങ്ങൾ കൃത്യമായി ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ് എന്ന് കാണുന്നു. ഈ സമയം നിങ്ങളുടെ മനസ്സിൽ പുകയുന്നതായ ചില വിഷമതകളുണ്ട്. പല കാര്യങ്ങളിലും നിങ്ങൾ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന സ്വസ്ഥത നഷ്ടപ്പെട്ടിട്ടുള്ളതായ സാഹചര്യം പോലും ജീവിതത്തിലുണ്ട് എന്നതാണ് വാസ്തവം. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ വലിയ പ്രയാസങ്ങളില്ല എന്ന് നിങ്ങൾക്ക് തോന്നാം. അതായത് ചില വ്യക്തികളെ
ചില വ്യക്തികളോട് അത്തരത്തിൽ ധരിപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിങ്ങൾക്കുള്ളത് എന്ന് കാണുവാനായി സാധിക്കുന്നു. വലിയ കുഴപ്പങ്ങളൊന്നുമില്ല എന്നത് വാസ്തവമല്ല എന്നതാണ് വാസ്തവം. പല കാരണങ്ങൾ കൊണ്ടും നിങ്ങൾ വിഷമങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. നിങ്ങൾ കരുതിയിരിക്കുന്നത് പലപ്പോഴും ഈ പ്രയാസങ്ങളെ നിങ്ങൾക്ക് മറികടക്കുവാൻ സാധിക്കില്ല എന്ന ചിന്തയുണ്ട്. എന്നാൽ അത് സത്യമല്ല എന്നതാണ് വാസ്തവം. പല കാര്യങ്ങളിലും നിങ്ങൾ അഭിനയിക്കുന്നതായ സാഹചര്യമുണ്ട്, മുഖം മൂടി ധരിച്ചിരിക്കുന്നതായ സാഹചര്യമുണ്ട്. ചില കുറവുകൾ മറയ്ക്കപ്പെട്ടിരിക്കുകയോ അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതായ പ്രയാസങ്ങൾ മറ്റുള്ളവരിൽ നിന്നും അകറ്റുകയോ ചെയ്യുന്ന സാഹചര്യമുണ്ട്, മറച്ചു വയ്ക്കുന്നതായ സാഹചര്യമുണ്ട്. ഈ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, എന്തോ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് തെറ്റായി സംഭവിക്കുന്നുണ്ട് എന്നതാണ്. ഇത് മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. എന്നാൽ വഴിയെ അത്തരം കാര്യങ്ങൾ എന്താണോ തെറ്റായി സംഭവിക്കുന്നത് അത് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ സമയം നിങ്ങൾ ചിരിച്ചു നിൽക്കുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ വിഷമതകളുണ്ട്. ഒരു കാരണവുമില്ലാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഭാരങ്ങൾ വർദ്ധിക്കുന്നതായ സാഹചര്യമുണ്ട്. ഭാരങ്ങൾ വർദ്ധിക്കുന്നതല്ലാതെ അതിൽ നിന്നും പുറത്തേക്ക് കടക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നതാണ് വാസ്തവം. പല ചിന്തകളും നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾക്ക് ദോഷകരമായി ബാധിക്കുന്നുണ്ട് എന്നതും വാസ്തവമാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലെ ഊർജം അത് കൃത്യതയോടെ നിങ്ങൾ ഏറ്റെടുക്കേണ്ടതായ സാഹചര്യമുണ്ട്. അതായത് ഊർജം വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് സ്വാധീനം വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. ചില കാര്യങ്ങളിൽ നിങ്ങളെ ബാധിച്ചിരിക്കുന്ന നെഗറ്റീവായ ഊർജം അത് തരണം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിച്ചു എന്ന് വരാം. ഈ സമയം പല കാര്യങ്ങളിലും നിങ്ങൾ ബോധവാനാകേണ്ടത് അല്ലെങ്കിൽ പല കാര്യങ്ങളിലും ബോധ്യമുണ്ടാകേണ്ടത് അനിവാര്യമാണ് എന്ന് കാണുന്നു. ഈ സമയം പല കാര്യങ്ങളെയും നിങ്ങൾ ഗൗരവത്തോടെ തന്നെ കാണേണ്ടതായിട്ടുണ്ട്. പല കാര്യങ്ങളിലും ഒരു യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ നിഴൽ പോലെ നടന്നിരുന്ന പല വ്യക്തികളുടെയും അല്ലെങ്കിൽ ചില വ്യക്തികളുടെയും കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കും. നിങ്ങളെ പലരും അംഗീകരിക്കുന്നില്ല എങ്കിൽ ആ കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി പല കാര്യങ്ങളിലും നിങ്ങൾക്ക് സ്വീകാര്യത വർദ്ധിപ്പിക്കുവാൻ സാധിച്ചു എന്ന് വരാം. ഈ സമയം നിങ്ങളെ ഇരുട്ടിലേക്ക് തള്ളിവിടാൻ ശ്രമിക്കുന്ന ചില വ്യക്തികളെ മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ചില സത്യങ്ങൾ അല്ലെങ്കിൽ ചില യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കേണ്ടതായ സാഹചര്യമുണ്ട്. തീർച്ചയായും നിങ്ങൾക്കൊപ്പം വളരെയധികം ചിരിച്ച് ഇടപഴകുന്ന ഒരു വ്യക്തിയോ അല്ലെങ്കിൽ നിങ്ങളുമായി അത്രമേൽ ബന്ധം പുലർത്താത്തതായ വ്യക്തിയോ അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു വ്യക്തിയോ അത്തരത്തിൽ ചില വ്യക്തികൾ മുഖം മൂടി ധരിച്ചിരിക്കുന്നതായ സാഹചര്യമുണ്ട്. അവർ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും മനസ്സിൽ വിഷമിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം നിങ്ങളുടെ ഉയർച്ച തന്നെയാണ് എന്ന് പറയാം. അത്തരത്തിൽ അസൂയ പല കാര്യങ്ങളിലും ഉണ്ടായിരിക്കുന്ന സാഹചര്യമുണ്ട്. ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും നിങ്ങളെ ബാധിക്കുന്നുണ്ട് എന്നതും വാസ്തവമാണ്. മനസ്സറിഞ്ഞ് സന്തോഷിക്കുകയും ചിരിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങളിൽ പോലും അവർ വളരെയധികം അസ്വസ്ഥരാകുന്ന സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും നിങ്ങൾ ഉയർന്നു പോകുമോ എന്ന ഭയം അവരെ വല്ലാതെ വേട്ടയാടുന്ന സാഹചര്യമുണ്ട്. പല കാര്യങ്ങളെയും അല്ലെങ്കിൽ പല വിജയങ്ങളെയും അത് നിങ്ങളുടെ സ്വന്തമാക്കുമ്പോൾ അവർ വളരെയധികം വിഷമിക്കുന്ന സാഹചര്യമുണ്ട്. അത്തരം വ്യക്തികളുടെ ഉള്ളിലിരിപ്പ് അല്ലെങ്കിൽ അവർ അണിഞ്ഞിരിക്കുന്നതായ ആ മുഖം മൂടി കാപ്പട്യം അത് തീർച്ചയായും നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയോ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി തന്നെ ഭഗവാൻ തന്നെ അത് നിങ്ങൾക്ക് മുൻപിൽ
കാട്ടിത്തരുന്ന സാഹചര്യമോ ഉണ്ടാകാം എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, നിങ്ങൾ വിചാരിക്കുന്ന പല വ്യക്തികളും ശുദ്ധരല്ല എന്നതാണ് വാസ്തവം. പല കാര്യങ്ങളിലും നിങ്ങൾ അമിതമായി വിശ്വസിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട്. അമിതമായ വിശ്വാസം അത് ആപത്ത് തന്നെയാണ്. എന്നാൽ വിശ്വാസം അനിവാര്യവുമാകുന്നു. അത് അമിതമായാൽ നിങ്ങൾക്ക് ദോഷമായി തീരാം. ചില കാര്യങ്ങളിൽ അത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. അമിതമായ വിശ്വാസം നിങ്ങൾക്ക് ദോഷമായി ഭവിച്ചിരിക്കുന്ന സാഹചര്യം. പല ദൗർബല്യങ്ങളും ജീവിതത്തിൽ ഉള്ളവർ തന്നെയാണ് നിങ്ങൾ. നിങ്ങളോട് ആത്മാർത്ഥത കാണിക്കാത്ത, പുലർത്താത്ത വ്യക്തികളെ നിങ്ങൾ മനസ്സിലാക്കുവാൻ അല്പം വൈകിപ്പോയിരിക്കുന്നു എന്നതാണ് വാസ്തവം. ഈ സമയം നിങ്ങളുടെ ഹൃദയത്തിന്റെ ആ വിശുദ്ധി അല്ലെങ്കിൽ ആ ശുദ്ധി പലരും അർഹിക്കുന്നില്ല എന്നതാണ് വാസ്തവം. തീർച്ചയായും ഈ സമയം നിങ്ങൾ എത്രമേൽ ചതിക്കപ്പെട്ടു എന്നത് ഭഗവാൻ മനസ്സിലാക്കിയിരിക്കുന്ന സാഹചര്യമാണ്. എന്നാൽ കൂടുതൽ കുഴപ്പങ്ങളിലേക്ക് എത്താതെ ഭഗവാൻ അത് അവസാനിപ്പിക്കുന്നതായ സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ഭഗവാന്റെ അദൃശ്യമായ ഒരു സാന്നിധ്യം, സംരക്ഷണം, അത് നിങ്ങൾക്ക് അനുഭവഭേദ്യമാകുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, ഇരുട്ടിനെയും വഞ്ചനകളെക്കുറിച്ചും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്ന സാഹചര്യമുണ്ട്. എന്നാൽ തീർച്ചയായും ഈ സമയം നിങ്ങളിലേക്ക് കടന്നു വരേണ്ട സംരക്ഷണ വലയം അത് നിങ്ങൾക്ക് ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ രൂപപ്പെടും എന്നുള്ളതാണ്. തീർച്ചയായും നിങ്ങൾക്ക് പൂർണ്ണമായ ഒരു സംരക്ഷണ വലയം രൂപപ്പെട്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. അതിനാൽ നിങ്ങൾ വിശ്വസിക്കുക എന്ന കാര്യത്തിന് പ്രാധാന്യം നൽകേണ്ടതായിട്ടുണ്ട്. വിശ്വാസം അത് തീർച്ചയായും നിങ്ങളുടെ മനസ്സിന്റെ ആഴത്തിൽ പതിയേണ്ടതായ ഒരു കാര്യം തന്നെയാണ്. നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും എന്നതും വാസ്തവം തന്നെയാണ്. പലരും നിങ്ങളെ ഉപേക്ഷിച്ച് പോയിട്ടുള്ളതായ സാഹചര്യങ്ങൾ ഉണ്ടാകാം. പലരും നിങ്ങളെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ടാകാം. എന്നാൽ ആ ശക്തി നിങ്ങൾക്കൊപ്പം നിലകൊണ്ടു എന്നത് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ശക്തിയാണ്. നിങ്ങളുടെ കർമ്മഫലത്തിന്റെ ഒരു ഫലമായി തന്നെ പരാമർശിക്കാം. പല കാര്യങ്ങളിലും നിങ്ങൾ കരുതിയതുപോലെയല്ല കാര്യങ്ങൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ പലപ്പോഴും തകർന്നു പോയതായ സാഹചര്യമുണ്ട്. എന്നാൽ ആ തകർന്ന ഹൃദയത്തെ പോലും താങ്ങി നിർത്തിയത് ഭഗവാനായിരുന്നു എന്നത് വാസ്തവമായ കാര്യമാണ്. പലപ്പോഴും നിങ്ങളുടെ ഓരോ ചിന്തകളും, അതായത് ദോഷകരമായ പല ചിന്തകളെയും ഭഗവാൻ തടസ്സപ്പെടുത്തിയിട്ടുണ്ട് എന്നത് വാസ്തവമാണ്. ചില കാര്യങ്ങൾ ചില സമയം നടക്കാത്തതിൽ നിങ്ങൾ ഭഗവാനെ കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ മനസ്സുകൊണ്ട് വളരെയധികം വിഷമിച്ചതായ സാഹചര്യമുണ്ട് എന്നത് വാസ്തവമാണ്. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾക്ക് ദോഷകരമാകാവുന്ന പല കാര്യങ്ങളും ഭഗവാൻ നിങ്ങളിൽ നിന്നും അകറ്റിയതായ സാഹചര്യമുണ്ട് എന്നത് വാസ്തവമാണ്. ഈ സമയം നിങ്ങൾക്ക് ഭയം ആവശ്യമുള്ള ഒന്നല്ല. ഭയം നിങ്ങൾക്ക് കൂടുതൽ ദോഷകരമായി ഭവിക്കാം. ഈ സമയം തീർച്ചയായും ഭഗവാൻ നിങ്ങൾക്കൊപ്പം പ്രവർത്തിക്കുന്നുണ്ട്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ജാഗ്രത പല കാര്യങ്ങളിലും പുലർത്തേണ്ടതായ ഒരു സാഹചര്യമുണ്ട് എന്നത് വാസ്തവമാണ്. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്കുള്ളതിനാൽ തന്നെ കാര്യങ്ങൾ ഗുണകരമായി തീരും എന്ന ചിന്തയോടെ മുന്നോട്ട് പോകാതെ നിങ്ങൾ പല കാര്യങ്ങളും യാഥാർത്ഥ്യങ്ങളും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ചുറ്റുമുള്ള പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം വിശ്വാസം ആവശ്യമാണ്. അന്ധമായ വിശ്വാസം അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ദോഷം ചെയ്യും എന്നതാണ് വാസ്തവം. പലരും നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടോ മറ്റു കാര്യങ്ങൾ കൊണ്ടോ
പലരും നിങ്ങളെ പല വിധത്തിലും തെറ്റിദ്ധരിപ്പിക്കുകയോ അല്ലെങ്കിൽ പല രീതിയിലും സംസാരിച്ചു അല്ലെങ്കിൽ പല രീതിയിലും വാക്കുകൾ പറഞ്ഞു എന്ന് വരാം. എന്നാൽ എല്ലാവരുടെയും വാക്കുകൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കേണ്ടത് തന്നെയാണ്. ചില കാര്യങ്ങളിൽ നിങ്ങൾ മൗനം പാലിക്കുന്നത് നിങ്ങൾക്ക് വളരെ ദോഷകരമായി തീരും എന്നതാണ് വാസ്തവം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങളോടുള്ള എല്ലാ കാര്യങ്ങളും അത് സത്യസന്ധമായിരിക്കണം എന്നില്ല. പല കാര്യങ്ങളിലും നിങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ ആ കാര്യങ്ങൾ, അതായത് നിങ്ങൾക്ക് അവർ അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന് നിങ്ങൾ വിലയിരുത്തുമ്പോൾ കൃത്യമായ ഉത്തരം ഭഗവാൻ തന്നെ നിങ്ങൾക്ക് നൽകും. ഈ സമയം നിങ്ങൾ ഉണർന്നിരിക്കേണ്ടതായ സമയമാണ്. ആലസ്യം പൂർണ്ണമായും നിങ്ങൾ ഒഴിവാക്കേണ്ടതായ സമയമാണ്. തന്ത്രങ്ങൾ തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങളുടെ വിശ്വാസം അത് കൃത്യതയോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ്. അതിനാൽ തന്നെ തീർച്ചയായും നിങ്ങളുടെ വിശ്വാസം അത് നിങ്ങൾക്ക് ഗുണകരമായി ഭവിക്കും. ഭഗവാന്റെ സംരക്ഷണം തന്നെയാണ് ഈ സമയം നിങ്ങളുടെ ശക്തിയായി മാറുകയും ചെയ്യുന്നത്. നിങ്ങൾ പല കാര്യങ്ങളിലും അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ ബലഹീനത നിങ്ങൾക്കുണ്ട്. ആ ബലഹീനത പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം നിങ്ങളുടെ സ്വപ്നങ്ങൾ പലതും അത് നിങ്ങളുടെ ജീവിതത്തിൽ ഗുണകരമായി ഭവിക്കും. പല സംശയങ്ങളും മനസ്സിലുള്ളവർ തന്നെയാണ് നിങ്ങൾ. ആ സംശയങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. എന്നാൽ ഈ സമയം അന്ധമായ വിശ്വാസം അത് പല കാര്യങ്ങളെയും നിങ്ങൾക്ക് ദോഷകരമായി ഭവിക്കും. അതിനാൽ അത്തരം കാര്യങ്ങളിൽ കൂടി ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങൾ തീർച്ചയായും പല കാര്യങ്ങളും സഹിച്ച് നിൽക്കുന്നവരാണ്. എന്നാൽ ചില കാര്യങ്ങളിൽ നിങ്ങളുടെ ഊർജം നഷ്ടപ്പെടുന്നതായ സാഹചര്യമുണ്ട്. അത്തരത്തിൽ നിങ്ങളുടെ ഊർജം നഷ്ടപ്പെടുത്തേണ്ടതായിട്ടുണ്ടോ എന്ന് നിങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം തീർച്ചയായും നിങ്ങളുടെ സംരക്ഷണം അത് കൃത്യതയോടെ നിങ്ങൾക്ക് പുലർത്തുവാൻ സാധിക്കും. അതായത് ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നതായ സംരക്ഷണം അത് തീർച്ചയായും നിങ്ങൾക്ക് ഗുണകരമായി ഭവിക്കും. ചില കാര്യങ്ങളിൽ നിന്നും ഈ സമയം നിങ്ങൾ അകന്നു നിൽക്കുന്നത് അത് നിങ്ങൾക്ക് ഗുണകരമായി തീരും. നിങ്ങളുടെ ബുദ്ധി വൈഭവം എന്താണ് എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ സമയം നിങ്ങൾക്ക് അനിവാര്യമായ കാര്യങ്ങൾ തന്നെയാണ് ഭഗവാൻ പ്രദാനം ചെയ്യുക. എന്നാൽ ചില കാര്യങ്ങളിൽ ഒറ്റപ്പെട്ടു പോയി എന്ന് വരാം. ഏകാന്തത നിങ്ങൾക്ക് ബാധിച്ചു എന്ന് വരാം. ചില കാര്യങ്ങൾ വിട്ടുകൊടുക്കേണ്ടതായി വരാം. എന്നാൽ ഈ സമയം നിങ്ങൾ ബുദ്ധിമാനാണ് അല്ലെങ്കിൽ ബുദ്ധിവൈഭവമുള്ളവരാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതിനാൽ ഇതൊന്നും നിങ്ങളെ ദുർബലരാക്കി തീർക്കില്ല എന്ന ബോധ്യത്തോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം. ഈ സമയം നിങ്ങൾക്ക് അനിവാര്യമായത് വിശ്വാസം തന്നെയാണ്. ആ വിശ്വാസത്തോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് നീങ്ങുക. അവസരങ്ങൾ നിങ്ങൾക്ക് കടന്നു വരികയും അത് നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളിലും ഗുണകരമായി ഭവിക്കും. ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് നീങ്ങണം.